ശ്രീല മാം നമസ്തേ. നമസ്തേ. ജസ്ന സലീം ഗുരുവായൂരപ്പന്റെ നടയിൽ വന്ന് എപ്പോഴും കണ്ണീരൊഴുക്കുന്ന ഒരു പാവ സ്ത്രീ. എന്തിനാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകയായ ശ്രീല പിള്ള ജസ്ന സലീമിനെ ഇങ്ങനെ എതിർക്കുന്നത്? ധന്യ, ഞാൻ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായും ഇവരെ എതിർക്കാനുള്ള കാരണങ്ങളായി കണ്ടത്. ഒന്ന്, ആദ്യഘട്ടത്തിൽ ഇവരുടെ പ്രവർത്തികളിൽ എവിടെയോ ഒരു അപാകത എനിക്ക് ഫീൽ ചെയ്തു. അവിടെ നിന്ന് ഇവരെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഇവർ ഒരു നിരവധി കേസുകൾ കൊടുക്കുകയും പല പുരുഷന്മാരെയും ഇത്തരത്തിൽ ഉപദ്രവിക്കുകയും ആ കേസ് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, അവർക്ക് പീഡനം സംഭവിച്ചു എന്ന് പറഞ്ഞ് ഇവർ പലതരത്തിൽ കേസുകൾ കൊടുക്കുകയും ആ കേസുകൾ പിന്നീട് ഒത്തുതീർപ്പാക്കുകയും അതുപോലെ തന്നെ പണമടക്കമുള്ളവ ഇവർ വാങ്ങിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. ഇതിന് പണം വാങ്ങിച്ചവരടക്കമുള്ള ചിലരെ എനിക്ക് പരിചയമുണ്ട്. അവർ ഞാനുമായി നിരന്തരം സമ്പർക്കത്തിലുമുണ്ട്. അപ്പൊ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, പോകെയാണ് എനിക്ക് മനസ്സിലായത് അതുമാത്രമല്ല, ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർ ചില മതമൗലികവാദികളുടെയും മത തീവ്രവാദ ശക്തികളുടെയും ഏജന്റ് ആണ് എന്ന സംശയം പോലും എനിക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള ചില സംഭവ വികാസങ്ങളുണ്ടായി. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ അവരെ ശക്തിയുക്തം എതിർക്കാനായി മുന്നോട്ട് വന്നത്. ആദ്യത്തെ കാരണം നോക്കുകയാണെങ്കിൽ, ആദ്യം ഇവർ സ്ത്രീകളെ, നമുക്കറിയാം ഈ സാധാരണഗതിയിലുള്ള നിരവധി സ്ത്രീകൾ കേരളീയ പൊതുസമൂഹത്തിൽ ഇത്തരത്തിൽ വന്നിട്ടുണ്ട്. സോളാർ പീഡന പരാതിക്കാരി, അവർ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വന്നത്. ഐസ്ക്രീം പാർലർ പരാതിക്കാരി, അത് ഒരു നേതാവിനെതിരെ പലതവണ മൊഴിമാറ്റിയ ആളാണ്. ഇത്തരത്തിൽ പൊതുസമൂഹം അറിഞ്ഞില്ലെങ്കിലും അത്തരത്തിൽ നിരവധി പരാതികൾ പറയുകയും പരാതികൾ ഒത്തുതീർപ്പാക്കുകയും പിന്നീട് ഈ പരാതികളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വളരെ രഹസ്യമായി വളരെ സൈലന്റായി കൃഷ്ണഭക്തിയുടെ വേഷമണിഞ്ഞുകൊണ്ട് ഇവർ ഗുരുവായൂർ അമ്പലത്തിലും ഹൈന്ദവ സംഘടനകളുടെ ഇടയിലേക്കും നുഴഞ്ഞു കയറുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യം വന്നതാണ്. പലപ്പോഴും നമ്മൾ ഈ പെൺകുട്ടി സമൂഹത്തിന്, ഈ പെൺകുട്ടി എന്ന് പറയാൻ തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നുകൂടെ സ്ത്രീ എന്ന് പറയാം, കാരണം ഇവർ 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീയാണ്. അപ്പൊ ഈ സ്ത്രീ പൊതുസമൂഹത്തിൽ വന്ന് വലിയ നല്ല കുഞ്ഞ് ചമഞ്ഞുകൊണ്ട്, വളരെ ചെറിയ പെൺകുട്ടികൾ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചുകൊണ്ട്, വളരെ നിഷ്കളങ്കത നടിച്ചുകൊണ്ടാണ് കേരളീയ പൊതുസമൂഹത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്കും ചുക്കാൻ പിടിക്കുന്ന എല്ലാ സ്ത്രീകളുടെയും ശബ്ദവും എല്ലാ സ്ത്രീകളുടെയും പ്രവൃത്തികളും നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പോലും അതിശയപ്പെട്ടു പോയി. സോളാർ പീഡന പരാതിക്കാരി ഒരിക്കൽ ജഡ്ജിയോട് സംസാരിക്കുന്നത് കണ്ടിട്ട് ഞാൻ പോലും അതിശയപ്പെട്ടു പോയി. അത്രയ്ക്ക് സ്വീറ്റ് ആയിട്ടും ജഡ്ജിക്ക് പോലും അവരെ വെറുതെ വിടാൻ തോന്നുന്ന രീതിയിലുള്ള സ്വീറ്റ്നെസ്സിലാണ്, അവർക്ക് പോലും സംശയം തോന്നില്ല, അത്തരത്തിലുള്ള സ്വീറ്റ്നെസ്സിലാണ് ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ സംസാരിക്കുന്നത്. അത്തരത്തിൽ വലിയ നടനം നടിച്ചുകൊണ്ടാണ് ഇവർ വന്നത്. അവരുടെ മറ്റുള്ള പ്രവൃത്തികൾ അന്വേഷിച്ചു പോകുമ്പോൾ, മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ, ഇത്രത്തോളം ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു സ്ത്രീ സമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ പ്രസന്റബിൾ ആയും ഇങ്ങനെയും വരുന്നതും, 8ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീ എന്തിന്റെ ആരുടെ പിൻബലത്തിലാണ്? 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെ പഠിച്ചാണെന്ന് അവർ പറയുന്നു. 9ാം ക്ലാസ് ആണ് കറക്റ്റ്, കാരണം 9ാം ക്ലാസ്സിലാണ് അവരുടെ ആദ്യത്തെ കേസ് വരുന്നത്. അതിനോടനുബന്ധിച്ചാവും ഒരുപക്ഷെ അവർ ആദ്യമായി കേസ് കൊടുക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവരുടെ അച്ഛനുമായി ചേർന്നാണ്. അപ്പോ ആദ്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അത്തരത്തിലുള്ള ഒരു സ്ത്രീ ഇങ്ങനെ സമൂഹത്തിൽ വന്ന് നിരന്തരം എല്ലാവരെയും കോണ്ടാക്ട് ചെയ്യുകയും അവർക്കൊക്കെ പണം കൊടുക്കുന്നു എന്ന വ്യാജേന അവിടേക്ക് എത്തുകയും അവരുടെ, എനിക്കറിയില്ല എവിടൊക്കെയാണ് അവരുടെ ക്യാമറ എന്ന് നമുക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് അവർ ദൃശ്യങ്ങൾ പകർത്തുന്നത്. അപ്പൊ അവർ കഴിഞ്ഞ ദിവസം ഗുരുവായൂരിലെ തന്ത്രിയുമായി ബന്ധപ്പെട്ട തന്ത്രിയുടെ റൂമിലിരിക്കുന്ന ചില വീഡിയോകൾ കാണാനിടയായി. അതിനെക്കുറിച്ച് ഒരു മാധ്യമ പ്രവർത്തക ചോദ്യം ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അത് തന്ത്രിയുടെ അനുവാദത്തോടെ എടുത്തതാണ് എന്നാണ്. എന്റെ അറിവിൽ തന്ത്രിയുടെ അനുവാദത്തോടെ എടുത്തതല്ല, അദ്ദേഹം ഇത് ഇപ്പോൾ ഞെട്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള വീഡിയോകൾ വന്നപ്പോഴെന്നാണ്. കാരണം ഇത് മോശപ്പെട്ട വീഡിയോ ഒന്നുമല്ല, നല്ല വീഡിയോ തന്നെയാണ്. പക്ഷെ ഇവർ തമ്മിൽ സംസാരിക്കുന്നതും ഇന്ററാക്ട് ചെയ്യുന്നതുമായ വിഷയങ്ങൾ, അദ്ദേഹത്തിന്റെ മുറിയിൽ വെച്ച് സംസാരിക്കുന്ന വിഷയങ്ങൾ പകർത്തിയിരിക്കുന്നത് നേരെയല്ല. നമുക്ക് ക്യാമറയുടെ പൊസിഷനൊക്കെ അറിയുന്ന ആൾക്കാർ, നമ്മൾ മാധ്യമപ്രവർത്തകരൊക്കെ ആയതുകൊണ്ട് അതെനിക്ക്, ഞാൻ പ്രത്യേകിച്ച് കുറച്ച് ലോജിക്കോടെ കാര്യങ്ങൾ പഠിക്കുകയും കാര്യങ്ങൾ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. സാധാരണക്കാർ ചിന്തിക്കുന്നതിനും അപ്പുറം കുറച്ച് ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ആ വീഡിയോ ദൃശ്യങ്ങൾ സൈഡിൽ നിന്ന്, ആ ദൃശ്യങ്ങൾ ഒരിടത്തും അവരും അതുപോലെ ഗുരുവായൂർ തന്ത്രിയുമായി നിൽക്കുന്ന വീഡിയോകളിൽ ഒരിടത്തും അവർ നേരെ പകർത്തിയതായി സൂചനയില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരിടത്ത് ചെല്ലുമ്പോൾ, ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തോട്ടെ, ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ച് പകർത്തുന്നത് മാന്യത. ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്? എല്ലായിടത്തും, അതായത് ഏത് രാഷ്ട്രീയക്കാരുടെ അടുത്ത് ചെന്നാലും അവർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിൽ അവർ വളരെ ക്ലോസ് ആയി നിന്ന് അവരോട് സംസാരിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ എടുത്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്നു. മാത്രമല്ല ഇവർ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇവരോട് ആര് സംസാരിച്ചാലും റെക്കോർഡ് ചെയ്യുന്ന സ്ത്രീയാണ്. ഈ റെക്കോർഡ് വെച്ചിട്ടാണ് ഇവർ പലരെയും ഭീഷണിപ്പെടുത്തുന്നത്. അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ, ഇവരുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങൾ, പല കാര്യങ്ങൾ മുൻപിൽ വന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഇവരുടെ തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. കാരണം ഇവരുടെ ഗുരുവായൂരിലേക്കുള്ള വരവ്,
അതിനുശേഷം ഇവർ ചിത്രം വരച്ചുകൊണ്ട് വരുന്നത്. മിനിഞ്ഞാന്ന് അവര് ഒരു വീഡിയോയിൽ കരഞ്ഞു പോയി പറയുന്നുണ്ട്, എനിക്ക് 2 ദിവസം ചിത്രം കൊണ്ടുവന്ന് വെക്കാനുള്ള ഒരു അനുവാദം തരണമെന്ന്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ധന്യ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു, ഒരു കൃഷ്ണന്, അതായത് കൃഷ്ണനെ കൊണ്ട് ജീവിതം കൈവരിക്കുന്നു എന്നും എന്റെ അന്നമാണ് കൃഷ്ണൻ എന്നും കരഞ്ഞു പറയുന്ന ഈ സ്ത്രീ ഇന്ന് വരെ ഒരൊറ്റ കൃഷ്ണ ചിത്രം പോലും സ്വന്തം ചെലവിൽ ഒരു സ്ഥലത്തും കൊടുത്തിട്ടില്ല. എല്ലാ ചിത്രങ്ങളും ഞാൻ വെല്ലുവിളിക്കുന്നു, ഏതെങ്കിലും ഒരു ചിത്രം ഈ സ്ത്രീ അവർ സ്വന്തമായി വരച്ച ഒരു ചിത്രം കൃഷ്ണന് സമർപ്പിച്ചിട്ടുണ്ടോ? അവരെന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അവർ വളരെ കൃത്യമായി തന്നെ ചില ആൾക്കാരെ സ്പോൺസർമാരാണെന്ന് പറഞ്ഞുകൊണ്ട് പിടിക്കുകയും ആ സ്പോൺസർഷിപ്പിൽ ഇവർ പടം വരയ്ക്കുകയും ആ പടം എങ്ങനെയാണ് ഒരാൾ പൈസ കൊടുത്ത് വരയ്ക്കുന്ന പടം ഇവരെങ്ങനെയാണ് നടക്കി കൊണ്ടെത്തിക്കുന്നത്? ഇവർ ഗുരുവായൂർ നടയിൽ കൊണ്ടെത്തിക്കുകയും അത്തരത്തിൽ പല രീതിയിലുള്ള പേക്കൂട്ടുകൾ അവിടെ കാണിക്കുകയും ചെയ്യുന്നു. അവിടെ തന്നെ സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ക്രിസ്ത്യൻ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ പോയപ്പോൾ 20,000 രൂപ വാങ്ങിച്ചുകൊണ്ടാണ് ഇവർ അവിടെ പോയത്. എന്നിട്ട് അവിടുന്ന് എടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കണ്ടാൽ കണ്ണന് ഉറി വഴിപാട്, ഉറി നിവേദ്യമോ, വെണ്ണ കൊടുക്കുന്ന ഇതൊക്കെ എടുത്തിട്ട് അവരുടെ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുകയാണ് ഇതെല്ലാം. ഇനി പോട്ടെ, അവരൊരു സ്ഥലത്ത് പോയി അവർ മാർക്കറ്റിങ്ങിന് ഉപയോഗിച്ചോട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ധന്യ എന്നെ കാണുമ്പോൾ ചേച്ചി നമസ്തേ എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ച് നമസ്തേ എന്ന് പറയാറുണ്ട്. വ്യക്തികൾ തമ്മിലാണ്. ഈ ഇത്ര വലിയ കൃഷ്ണഭക്ത ഗുരുവായൂർ ക്ഷേത്രത്തിലും ലോകത്തുള്ള ചില ക്ഷേത്രങ്ങളുടെ നടക്കി നിൽക്കുന്ന വീഡിയോകൾ നമ്മൾ അറിയാതെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴാണ് കാണുന്ന അത്തരത്തിലുള്ള വീഡിയോകൾ. ആ വീഡിയോയിലൊക്കെ അവർ പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ക്ഷേത്രത്തിൽ. അവരുടെ അന്നമായ അവരുടെ അന്നത്തിന് കാരണഭൂതനായ ഒരു ഈശ്വരൻ, ആ ഈശ്വരന്റെ മുമ്പിൽ പോയി വെറുതെ എങ്കിലും ഒരു കേർട്ടിസിക്കെങ്കിലും ഒരു കൈ കൂപ്പാൻ കഴിയാത്ത രീതിയിൽ ഈ സ്ത്രീ എന്തിനാണ് അവിടേക്ക് വരുന്നത്? അവർ കഴിഞ്ഞ ദിവസം കരഞ്ഞു പറയുന്നത്, എനിക്ക് ശ്രീകൃഷ്ണ ജയന്തിക്കും അതുപോലെ തന്നെ വിഷുവിനും വരണമെന്ന്. അവരുടെ ആ 9ാം ക്ലാസ്സുകാരുടെ ബുദ്ധി എത്രയുണ്ടെന്ന് ആലോചിക്കൂ. മറ്റൊരു ദിവസത്തേക്കാളേറെ ആൾക്കാർ വരുന്ന ദിവസമാണ്. അവരുടെ മാർക്കറ്റിങ്ങിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാവുന്ന ദിവസമാണ് ഈ 2 ദിവസങ്ങളും. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് ആ 2 ദിവസങ്ങൾ എവിടേക്ക് വരണമെന്ന്. ഇതിലിപ്പോ ഇവർ തീവ്രവാദ ഏജന്റായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത്തരം ഒരു സംശയമാണ് ശ്രീല മാം ഉന്നയിക്കുന്നത്. ഇവർക്ക് സുരേഷ് ഗോപിയുടെ അടുത്തെത്താൻ പറ്റി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്തെത്താൻ പറ്റി, അത്തരത്തിൽ സമൂഹത്തിലെ ജനപ്രതിനിധികളിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് അത്ര എളുപ്പമൊന്നും ആർക്കും പോകാൻ കഴിയില്ല. അത്രത്തോളം സ്വാധീനം ഉപയോഗിച്ച് ഇവർക്ക് എത്താൻ കഴിഞ്ഞുവെങ്കിൽ ഇവർ സമൂഹത്തിൽ എത്രമാത്രം സ്വാധീനമുള്ളവരാണ്? തീർച്ചയായിട്ടും അവർ അത്തരത്തിലൊരു സാമൂഹ്യ ബന്ധം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോഴും നമുക്കറിയാം, ഈ സംഘപരിവാർ സംഘടനകളുടെ ഉള്ളിൽ പോലും സംഘപരിവാർ സംഘടന പ്രവർത്തകർ പോലും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അവരൊക്കെ ഒറിജിനൽ ആണോ എന്നറിയില്ല, 1-2 പ്രവർത്തകരുടെയൊക്കെ ഓഡിയോ കേൾക്കാനിടയായി, ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അത്രത്തോളം ഒരു സംഘടനയിൽ പോലും വിഘടിപ്പുണ്ടാക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കാനായി അവർക്ക് കഴിഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയെക്കുറിച്ച് ആർക്കും അറിയില്ല. കാരണം ഇവർ പീഡന പരാതി കൊടുത്തു എന്ന് പറയുമ്പോൾ ഇവരെ പീഡിപ്പിച്ചതായിട്ടാണ് ഇവർ പരാതികൾ നൽകുന്നത്. അതിന്റെ പിന്നാമ്പുറ കഥകൾ ആർക്കും അറിയില്ല. ഇവരുടെ പീഡന പരാതി പോലും ഭയങ്കര സ്ട്രാറ്റജിക് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരുടെ കൂടെ ആളുണ്ടെന്ന് പറയും. ഇവരുടെ പീഡന പരാതികളിലെല്ലാം ഇവർ പുരുഷന്റെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് പീഡനം നടത്തുന്നത്. അതൊരു സ്ട്രാറ്റജിയാണ്. കാരണം പുരുഷന്റെ വീട്ടിലേക്ക് പീഡനം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് മൊഴിയെടുപ്പിനും ഒക്കെ അവിടേക്ക് ചെല്ലുമ്പോൾ ഈ പുരുഷന്മാർ എന്ത് വന്നാലും അമ്മയും സഹോദരങ്ങളും ഒക്കെയുള്ള വീട്ടിൽ ഇനി പീഡനം നടത്തിയിട്ടില്ലെങ്കിൽ പോലും എങ്ങനെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കും. എങ്ങനെങ്കിലും പണം കൊടുത്ത് സെറ്റിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഏത് രീതിയിലും അവരെ ഒന്ന് ബലം ഉണ്ടാക്കാതിരിക്കാൻ അല്ലെങ്കിൽ ആ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമായിരിക്കും അവർ നടത്തുക. അപ്പോ രണ്ടാമത്, ഇവരെ കയ്യിൽ കയറി പിടിച്ച പരാതികളെല്ലാം ഏതെങ്കിലും കലുങ്കിൽ വെച്ചാണ്. അപ്പോ ഇവരുടെ വീടിനടുത്തോ വീട്ടിലേക്കോ അത് എത്തുന്നില്ല പരാതികൾ പലപ്പോഴും, അല്ലെങ്കിൽ ഇവരെ തിരക്കി പോലീസ് വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. 1. 2, ഇവരുടെ പേരിൽ ഇന്ന് വരെ പരാതി കൊടുത്തിട്ടില്ല. കാരണം എല്ലാവരെയും ഭീഷണിപ്പെടുത്തി പലരോടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് അവരവരുടെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എന്നോട് ഈ സംസാരിക്കുന്ന പലർക്കും ഇവരുടെ ഇരകളാണ്. ഇവർ പൈസ പോലും വാങ്ങിച്ചിട്ടുള്ള ചില ആൾക്കാർ അക്കൂട്ടത്തിലുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അതിൽ പോലും അവർക്ക് പേടിയാണ്. സമൂഹത്തെ അത്രത്തോളം ഒരു പുരുഷന്മാർ പേടിക്കുന്ന ഒരു സ്ത്രീയുടെ കപട മുഖമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ ഈ ചിരിച്ചും കളിച്ചും വർത്താനം പറഞ്ഞു കഴിയുമ്പോൾ ചിലർക്ക് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അവരുടെ വർത്താന രീതിയെ വിമർശിക്കുന്നതെന്ന്. നമുക്കറിയാം ഇതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. പൊതുസമൂഹത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ വളരെ അതിവിനയം കാണിച്ചുകൊണ്ട് ജനങ്ങളുടെ അടുത്തേക്ക് എത്താനുള്ള ഒരു സംവിധാനമാണ്. ഇവർ പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവർ പറയുന്നു സുരേഷ് ഗോപി വഴിയാണ് പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് എത്തിയത്. പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് ഞാൻ എത്തിയില്ലേ, എന്നെ കുറിച്ച് SPG അന്വേഷിച്ചു കാണില്ല എന്നാണല്ലോ അവരുടെ വാദം. പ്രധാനമന്ത്രി ഞാനൊരു കത്തി കൊണ്ടുപോയി കുത്തിയാൽ എന്ത് ചെയ്യും, അതുകൊണ്ട് പ്രധാനമന്ത്രി എന്നെ അന്വേഷിച്ചു കാണുമെന്ന്. സുരേഷ് ഗോപിയുടെ അതേ വിശ്വാസ്യതയിൽ സുരേഷ് ഗോപിയുടെ കൂടെ ഒരാൾ വരുമ്പോൾ അവർ കത്തി കൊണ്ടുവന്ന് കുത്തിക്കൊല്ലുമെന്ന് ചിന്തിക്കുന്ന ആളാണോ പ്രധാനമന്ത്രി? അതുമാത്രമല്ല, വളരെ ഷോർട്ട് പീരീഡിൽ
വളരെ എളുപ്പമാണ് ഇവർക്ക് ഇതിനുള്ള അനുമതി കിട്ടിയത്. കാരണം ഇവർ നേരത്തെ ഇത്തരത്തിൽ കോഴിക്കോട് നിന്നും MT രമേശ് വഴി പ്രധാനമന്ത്രിയെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ ഒരു ഇത് അയച്ചിരുന്നു, ഒരു ആപ്ലിക്കേഷൻ അയച്ചിരുന്നു. പക്ഷെ അന്ന് അതിനുള്ള സാധ്യത അവർക്ക് ഉണ്ടായില്ല. അതിനുശേഷം ഇപ്പോഴാണ് വളരെ പെട്ടെന്ന്, പ്രത്യേകിച്ച് അതൊരു എന്റർടൈൻമെന്റ് ഫംഗ്ഷൻ എന്ന് പറയാവുന്ന ഒരാളുടെ വിവാഹമാണ്, സന്തോഷമുള്ള ഒരു ചടങ്ങാണ്. ആ ചടങ്ങിൽ പ്രധാനമന്ത്രിക്ക് ഒരു ചിത്രം സമർപ്പിക്കാൻ ഒരു ചിത്രകാരി വരുന്നു എന്ന് പറയുമ്പോൾ അത് സുരേഷ് ഗോപിയെ വളരെ കുറെ നാളുകൊണ്ട് അറിയുന്ന ഒരാളെന്ന രീതിയിൽ അവരുമായി സുരേഷ് ഗോപിയുടെ അടുത്ത് വല്ലപ്പോഴും എത്തുകയും സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പിലടക്കം പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഒരു പ്രതിഫലം എന്നോണം അദ്ദേഹം ചെയ്തു നൽകിയതാണ്. അദ്ദേഹത്തിന്റെ ഒരൊറ്റ വിശ്വാസത്തിലാണ് പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് ഇവർക്ക് എത്താൻ കഴിഞ്ഞത്. അല്ലാതെ ഇവർ പറയുന്നത് പോലെയല്ല. ഗുരുവായൂർ തന്ത്രിയുടെ മുറിയിലേക്ക് ചെന്നതിന്റെ വിശേഷമാണല്ലോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവർ ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും മാർക്കറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാൻ അങ്ങനെയൊന്നും അല്ല എന്ന് പറയും. പിന്നെ ഇവരുടെ പേരിലല്ല പരാതികൾ അറിയുമുള്ളത്, ഇവരാണ് പരാതി കൊടുത്തിരിക്കുന്നത്. എല്ലാവരും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇനി ഇവരുടെ തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നതിന് കാരണം, ഞാൻ ആദ്യം ഒരു ഫേസ്ബുക്ക് ലൈവ് ചെയ്തിരുന്നു ഇവരെ സംബന്ധിച്ച പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് ലൈവ് ചെയ്തു. ഇതിപ്പോ പലരും പറയുന്നത് അവരുടെ വ്യക്തിപരമായ കാര്യം ഒന്നും നോക്കണ്ട, അവരുടെ അടുത്ത കേസുകളെ കുറിച്ച് ചിന്തിക്കേണ്ട, അവരിനി ജീവിച്ചോട്ടെ എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ സോളാർ പീഡന പരാതിക്കാരിയൊക്കെ എന്തിനാണ് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത്? സോളാർ പീഡന പരാതിക്കാരി സമൂഹത്തിലേക്ക് വന്നു, ഇത് ഒളിഞ്ഞിരിക്കുന്ന ക്രിമിനലാണ്. രണ്ട് വ്യത്യാസമേ ഉള്ളൂ. അപ്പോ ജനങ്ങൾ ഇവരെ ന്യായീകരിക്കുന്നവർ ഇറക്കുന്ന ചില വേലകളാണ് ഒന്ന്. രണ്ട്, ഇവർക്ക് അത്തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് ഞാൻ സംശയിക്കാൻ കാരണം, ഇതിനു മുമ്പ് തന്നെ, അതായത് ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് മുമ്പ് തന്നെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വന്നു. ആ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴും അവർ വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ ശ്രീകൃഷ്ണന്റെ നടയിലേക്ക് എത്തി. അപ്പൊ ഇവരുടെ ക്രിമിനൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് ഏതാണ്ട് പറഞ്ഞു ബോധ്യമുള്ള ഞാൻ അടക്കമുള്ളവർ ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ അഡ്മിനിസ്ട്രേറ്റർക്കും DGPക്കും അടക്കം പരാതി നൽകിയിരുന്നു. ഇവർ അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇവരുടെ ക്രിമിനൽ ആക്ടിവിറ്റികളെ കുറിച്ച് അറിയുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പല ക്രിമിനൽ ആക്ടിവിറ്റി ഒരു നമുക്ക് സാധാരണ ആൾക്കാർക്ക് അറിയാമല്ലോ, ഒരു ക്രിമിനൽ പാറ്റേൺ ഉണ്ടല്ലോ. ആ പാറ്റേൺ അനുസരിച്ച് അവർ സഹതാപം പിടിച്ചു പറ്റാൻ എന്തും ചെയ്യുമെന്ന് നമുക്ക് ബോധ്യമുണ്ടായിരുന്നു. ഇനി അവർ സഹതാപം പിടിച്ചു പറ്റാനായി ഇനിയും മറ്റ് സ്ത്രീയെ സംബന്ധിച്ച് ചില ആരോപണങ്ങൾ വരുന്നുണ്ട്. അത് അവരുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ്. പലപ്പോഴും ആ സ്ത്രീയെ മോശക്കാരിയാക്കി, അതായത് ഈ ഇവർക്കെതിരെ വഴക്കുണ്ടായ ആ സ്ത്രീയുടെ കമന്റ് മോശമാണ്, അല്ലെങ്കിൽ അവർ രാഷ്ട്രീയക്കാരിയാണ് എന്നൊക്കെ ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ പ്രശ്നത്തെ, അതായത് ഇവരുടെ പ്രശ്നത്തെ ലഘൂകരിക്കാനായി പറയുന്നുണ്ട്. അവർ എന്ത് രാഷ്ട്രീയക്കാരിയുമായിക്കോട്ടെ, ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാർക്കും ക്ഷേത്രത്തിൽ വരാം. അവർ ഒരു ഹിന്ദുമത വിശ്വാസിയാണ് എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ആ ഹിന്ദുമത വിശ്വാസി ആയതുകൊണ്ട് അവർ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ അവരൊരു കമന്റ് മോശമായി അയച്ചെങ്കിൽ നമുക്കുമൊക്കെ കമന്റ് വരാറില്ലേ? നമ്മൾ തിരക്കി പിടിച്ച് അവരുടെ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കുകയാണ്. ഇനി അഥവാ നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത കമന്റ് ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി കൃത്യമായി അതിനുള്ള പ്രശ്നം ചെയ്യണം, അല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം. അതിന് പകരം നിങ്ങൾ എന്താണ് ചെയ്തത്? ഗുരുവായൂർ അമ്പലനടയിൽ അത് ഏറ്റവും കൂടുതൽ ഭക്തർ ഉണ്ടാകാവുന്ന ആ ദിവസം പ്രത്യേകിച്ച് അവിടെ RSSകാർ ഏറെ ഉണ്ടാകാവുന്ന ഒരു സമയമാണ്. കാരണം കൃഷ്ണനും ഗണവേഷവും ഒക്കെയായി ബന്ധപ്പെട്ട് കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ടാകാവുന്ന ഒരു ദിവസമാണ്. ആ ദിവസം അവിടെ വന്ന് ഈ കോപ്രായം കാണിച്ച് എന്നെ ആക്രമിക്കാൻ വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്താണ്? അത് മാത്രമല്ല, അതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവർ സാധാരണഗതിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ആൾക്കാരെ കൂട്ടിയല്ല വരാറ്. ഇവർ ഇപ്രാവശ്യം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വന്നപ്പോ നിരവധി സ്ത്രീകളെ, അതും പ്രായമായ സ്ത്രീകളെയും കൊണ്ടാണ് വന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക്. അവരുടെ കൂടെ നടക്കുന്ന അയാളുടെ അമ്മയാണെന്നാണ് അവകാശപ്പെടുന്നത്, സഹോദരനാണെന്ന് അവകാശപ്പെടുന്നു. ഇടയ്ക്ക് അവർ ആ വീഡിയോയിൽ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട് വളർത്തമ്മയെന്ന്. അതും രസമാണ്. അതായത് ഇത് ആരും ഇവരുമായി ബന്ധപ്പെട്ട ഒരാളല്ല എന്നതാണ് നമുക്കറിയാൻ കഴിയുന്ന കാര്യം. അതുപോലെ പോക്സോ അടക്കമുള്ള ചില കേസുകളിൽ പ്രതിയായിരുന്ന ഒരാൾ കൂടിയാണ് ഇവരുടെ കൂടെ നടക്കുന്ന ആ ആൾ. അതുകൊണ്ട് തന്നെ അവരും അതുപോലെ തന്നെ ഒരു 3-4 സ്ത്രീകളെ, പ്രായമായ സ്ത്രീകളെ കൂട്ടിയാണ് ഗുരുവായൂർ അമ്പലനടയിലേക്ക് വന്നത്. ഇനി ഈ മറ്റ് സ്ത്രീയുമായി ബന്ധപ്പെട്ട് അവരും ഇവരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് ചിലർ പറയുന്നുണ്ട്. ഇനി അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ കൂടി തെറ്റാണ്. ഗുരുവായൂർ അമ്പലനടയിലല്ല, അതും ഇത്രയും വലിയ ഒരു ഫംഗ്ഷൻ നടക്കുന്ന അത്രയും വലിയൊരു വിശേഷ ദിവസം, ആ ദിവസം ഗുരുവായൂർ അമ്പലനടയിലല്ല അവർ പ്രകടനം കാണിക്കേണ്ടിയിരുന്നത്. ഇതിനു മുമ്പ് ഓടക്കുഴലൂതി കേക്ക് മുറിച്ചു. അവരിപ്പോ പറയുന്നത് ആ കേക്ക് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അറിയാം അത്തരത്തിലുള്ള കേക്കാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്യണ്ട, ഞങ്ങൾക്കറിയാം മുട്ട ചേരാത്ത കേക്ക് ഉണ്ടെന്ന്. പക്ഷെ നിങ്ങൾ മുട്ട ചേരാത്ത കേക്കാണ് അവിടെ കൊണ്ടുവന്നെന്നുള്ളതിന് എന്ത് സാക്ഷ്യമാണല്ലോ നിങ്ങൾക്ക്? അത് ഇനി അഥവാ കേക്ക് മുറിക്കുന്ന പതിവ് ഗുരുവായൂർ അമ്പലത്തിലുണ്ടോ? നിങ്ങൾ എന്തിനാണ് അവിടെ വന്ന് കേക്ക് മുറിച്ചത്? അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? ഇനി ഞാൻ പറഞ്ഞ തീവ്രവാദ ബന്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ വിട്ടുപോയി. ഞാനിത് സംശയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഞാൻ ആദ്യം ഒരു ഫേസ്ബുക്ക് ലൈവ് ചെയ്തിരുന്നു ഇവരെ പറ്റി, ഇവരുടെ ക്രിമിനൽ കോൺസ്പിറസി ആക്ടിവിറ്റീസിനെ സംബന്ധിച്ച്. ഉടനെ ഒരു ഹിന്ദു നാമധാരിയായ ചില പേരുകളിലുള്ള ഐഡികളിൽ നിന്ന്, മുഖവും ഒന്നുമില്ല, അതുപോലെ ഇപ്പൊ മുസ്ലിംസിന്റെ ഐഡിയിൽ നിന്ന് വരുന്നുണ്ട്, കബീർ വയനാടെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ പേരുകളിൽ നിന്നൊക്കെ ഇപ്പൊ വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ഐഡിയിൽ നിന്ന് എന്റെ മെസ്സഞ്ചറിലേക്ക് നിരവധി പേർ സംസാരിക്കാനെത്തി.
അവരുടെ എല്ലാം ആവശ്യം ഈ സ്ത്രീക്കെതിരെ വന്ന വാർത്ത പിൻവലിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോ മാത്രമല്ല എന്റെ ഫേസ്ബുക്കിലും ഇവർ കമന്റ് ഇടാൻ ആരംഭിച്ചു. ഈ കമന്റ് ഇടാൻ ആരംഭിച്ചപ്പോൾ ഞാൻ ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം ഞാൻ പറഞ്ഞു, മുഖമില്ലാത്ത ആൾക്കാർ എനിക്ക് കമന്റ് ചെയ്യരുത്, ഞാൻ കൃത്യമായ എന്റെ ഐഡന്റിറ്റിയോട് കൂടിയാണ് നിങ്ങളോട് സംസാരിച്ചത്, അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്ത ശേഷം ഇവർക്ക് ഒരു നിവൃത്തിയുമില്ലാതെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ ദിവസം ഇവർ ഒരു നിവൃത്തിയുമില്ലാത്തതുകൊണ്ട് ഇവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തേണ്ടി വന്നു. അതിൽ പലരും അവിടുത്തെ ലോക്കൽ LDF നേതാക്കന്മാരായി അറിയപ്പെടുന്ന മറ്റ് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വളരെ അടുത്ത കാലത്ത് അവിടെ എത്തിയ ആ എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ള ചില ആൾക്കാരടക്കമുള്ളവർ ഇവരുടെ സപ്പോർട്ടർമാരായി പുറകിലുണ്ട് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. കാരണം ഒരു 3-4 ദിവസം അവരുടെ ഫോൺ നമ്പർ അടക്കം അവർ വിചാരിച്ചു സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ ഞാൻ ഈ വാർത്ത പിൻവലിച്ചെങ്കിലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഫോൺ നമ്പർ അടക്കമുള്ളവ അവരെനിക്ക് തരുന്നൊരു സാഹചര്യം ഉണ്ടായി. പേരും എനിക്കറിയാം. ഈ പേരടക്കമുള്ളവ അന്വേഷണ ഏജൻസികൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ച് ഇപ്പോ അതിൽ ചിലരുടെ ഫോൺ ഓഫാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചപ്പോ അതെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ അത്തരത്തിലുള്ള ചിലരുടെ ഫോൺ ഓഫാണ്. ഇപ്പൊ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കുറവുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് വ്യക്തമായി സമൂഹത്തിന് മുന്നിൽ പറയുന്നത്, ഇവർക്ക് അത്തരത്തിലുള്ള ബന്ധമുണ്ട്. അവരുടെ ചാവേറായി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവരെന്ന സംശയം. കാരണം അല്ലെങ്കിലൊന്നും ഇത്രയും ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ അരമണിക്കൂർ 10 മിനിറ്റ് കൂടിയിരിക്കുമ്പോൾ ഇവർക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. 8ാം ക്ലാസ് വിദ്യാഭ്യാസം അവരുടെ വീഡിയോയിൽ പറയുന്നത് കേട്ടു, ഞാനും എന്റെ 2 മക്കളും മാത്രമാണ് വീട്ടിലുള്ളത്, എനിക്ക് കഞ്ഞി കുടിക്കാനുള്ള മാർഗം കണ്ണനാണ് എന്നാണ് അവർ പറയുന്നത്. കണ്ണനാണെങ്കിൽ ഇവരുടെ ഭർത്താവ് ഗൾഫിലാണെന്ന് അതേസമയം ഇവർ അവകാശപ്പെടുന്നുണ്ട്. ഇവരുടെ ഭർത്താവ് എവിടെ? അയാളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അയാൾക്ക് എന്താണ് ആക്ടിവിറ്റി? അയാൾ ഗൾഫിൽ എന്താണ് ചെയ്യുന്നത്? എനിക്ക് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവാനുള്ള കാരണമുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, 2010 ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് റിപ്പോർട്ടർ ചാനലിലെ പാലക്കാട് ബ്യൂറോയിൽ ജോലി ചെയ്യുന്ന സമയത്ത് തേജസ്സിലുണ്ടായിരുന്ന ഒരു മാധ്യമപ്രവർത്തകൻ, വളരെ നല്ല മാധ്യമപ്രവർത്തകൻ, ജീവിതത്തിൽ ഒരിക്കൽ പോലും എനിക്ക് സംശയം തോന്നിയിട്ടില്ല. ഒരു വാക്കുകൊണ്ട് പോലും ഒരാളെ ഹേർട്ട് ചെയ്യുന്ന ഒരാളല്ല. പിന്നീട് ഞാൻ അറിഞ്ഞത് IS-ൽ പോയി പൊട്ടിത്തെറിച്ചു എന്നാണ്. അയാൾ ഗൾഫിന് പോയ ശേഷം ഗൾഫിന് പോകുമ്പോൾ വരെ വല്ലപ്പോഴും എന്നോട് സംസാരിക്കുന്ന ഒരാളായിരുന്നു. അതിനുശേഷം അയാൾ പിന്നീട് അറിയുന്ന വാർത്ത അബൂ താഹിർ, പിന്നീട് അറിയുന്ന വാർത്ത അയാൾ IS-ൽ പോയി പൊട്ടിത്തെറിച്ചു എന്നാണ്. തൃശ്ശൂർ പൂരം അടക്കം പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ച തൃശ്ശൂർ പൂരം അടക്കം കലക്കാനുള്ള ചില അത്തരത്തിലുള്ള ചില മെസ്സേജുകൾ അടക്കം ഇവരുടെ മറ്റുള്ളവരുടെ ഫോണുകളിലേക്ക് ഇയാൾ അയച്ചിരുന്നു എന്ന് പോലുമുള്ള ചില വാദഗതികൾ അന്ന് മുന്നോട്ട് വന്നിരുന്നു. അപ്പൊ എനിക്ക് സംശയം തോന്നാനുള്ള കാരണം ഇത്തരത്തിൽ ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഇവർ പറയുന്നു ഇവർക്ക് വലിയ രീതിയിലുള്ള ആക്രമണം നേരിട്ടു എന്ന്. ചിലപ്പോ പാവം പിടിച്ച സോഷ്യൽ മീഡിയയിലുള്ള ആരെങ്കിലും ആയിരിക്കും ഇവരെ ആക്രമിച്ചത്. ഏതെങ്കിലും മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഇസ്ലാം മതത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്ന് ഇവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തമായ ആരോപണമായി ആരെങ്കിലും വന്നിട്ടുണ്ടോ? മറ്റ് സ്ത്രീകളെയല്ല, ഇപ്പൊ നമുക്ക് ജസ്ല മാടശ്ശേരി അടക്കമുള്ളവർക്ക് എന്തൊക്കെയാണ് നേരിടേണ്ടി വന്നതെന്ന് നമുക്കറിയാം. ഇവരെ എന്തുകൊണ്ടാണ് ആ സമൂഹത്തിലുള്ള ആരും കുറ്റപ്പെടുത്താത്തത്? ഇന്ന് വരെ അത്തരത്തിലുള്ള ഒരാൾ ഇവരെ കുറ്റപ്പെടുത്തി മുമ്പോട്ട് വന്നിട്ടില്ല. അത് വളരെ സംശയം ജനിപ്പിക്കുന്ന ചില കാരണങ്ങളിലൊന്നും അതുകൂടിയാണ്. അവർ പറയുന്നു അവരവരുടെ ആചാരമനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നു. ശരി, ആചാരമനുഷ്ഠാനം അനുസരിച്ച് ജീവിക്കട്ടെ. ഇനി ഞാൻ ഒരു വീഡിയോ കേട്ടാൽ ഭയങ്കര രസമാണ്. ഇവർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ട് കരഞ്ഞു വിളിച്ചു പറയുകയാണ്, ഞാൻ എന്റെ ജീവിതത്തിന്റെ മുഴുവൻ സമയവും കണ്ണനോടൊപ്പമാണ് ചെലവഴിക്കുന്നത്. ഞാൻ നിസ്കരിക്കുന്നത് പോലും 2 നിസ്കാരങ്ങൾ, സുബഹി നിസ്കാരവും അതുപോലെ പിന്നത്തെ നടുക്കത്തെ നിസ്കാരത്തിന് ഉച്ചയ്ക്ക് സമയത്ത് എനിക്ക് അറിയില്ല കേട്ടോ, നിസ്കാരത്തിന്റെ പേരറിയില്ല, അതുകൊണ്ടാണ്. ആ നിസ്കാരവും ഒക്കെ ഞാൻ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള സമയം മൊത്തം 3 മണി വരെ കണ്ണന്റെ കൂടെയാണ്. ഇവർ കണ്ണന്റെ കൂടെയാണെന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് പണം ഉണ്ടാക്കാൻ അവർ ചിത്രം വരയ്ക്കുന്നതിനെയാണ് അവർ കണ്ണന്റെ കൂടെയാണ് എന്ന് പറയുന്നത്. ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് എനിക്ക് അതിശയം. അത് കേട്ടിട്ട് മോൾ ധൈര്യമായി മുന്നോട്ട് പോകും എന്നൊക്കെ പറയുന്ന ആൾക്കാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി അവർ ചിത്രം വരയ്ക്കുന്നു. അത് വളരെ ഫലപ്രദമായി അവർ മാർക്കറ്റ് ചെയ്യുന്നു. അത് പിടിക്കപ്പെട്ടപ്പോൾ മാർക്കറ്റിംഗ് മാത്രമല്ല, ഞാൻ വളരെ വ്യക്തമായും കൃത്യമായും പറയുന്നു, ഇവർക്ക് മറ്റേതോ ബന്ധമുണ്ട്. മത തീവ്രവാദ ശക്തികളുമായി ബന്ധമുള്ള സ്ത്രീയാണവർ. ഈ പറയപ്പെടുന്ന ആൾക്കാർ ചില സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണം വരും. ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയ പണം അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം പോകേണ്ടതുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഒരു പ്രതിരോധം ഉണ്ടായപ്പോൾ ഏതാണ്ടൊക്കെ ഇവരുടെ കാര്യങ്ങൾ ബോധ്യമായി എന്ന് വന്നപ്പോഴാണ് ഇവരിപ്പോ ഹൈന്ദവ സമൂഹം എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് വന്നത്. എവിടെ മുസ്ലിം സമൂഹത്തെ പറയണോ അവിടെ പറയുകയും തിരിച്ച് മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയോ? നമ്മൾ ഇവർ വന്ന് പറഞ്ഞ അവരെ ഒരു ഉസ്താദിന്റെ പീഡനത്തിനിരയായാണ് മകൻ എന്ന് പറയുന്നത്. ലോകത്തുള്ള ആരെങ്കിലും മിണ്ടിയാലും തുമ്പിയാലും കേസ് കൊടുക്കുന്ന സ്ത്രീ ഈ ഉസ്താദിനെതിരെ പേര് പറയാത്തതും ആ ഉസ്താദ് പഠിപ്പിച്ച മദ്രസയുടെ പേര് പറയാത്തതും എന്തുകൊണ്ടാണ് പറയാത്തത്? അതിനെതിരെ കേസ് കൊടുക്കാത്തത് എന്താണ്? അതുപോലെ ഈ ഡോക്ടറുമായി ബന്ധപ്പെട്ട ഒരു ബലാത്സംഗ കഥ പറയുന്നുണ്ട്. ആ കഥയിൽ ഒരു കൂട്ടുകാരൻ ഡോക്ടറെ പരിചയപ്പെടുത്തി കൊടുത്തു എന്ന് പറയുന്നു.
ഈ കൂട്ടുകാരൻ ഡോക്ടറെ പരിചയപ്പെടുത്തി കൊടുത്താൽ അവർ തമ്മിലുള്ള കോൺസ്പിറസിക്ക്, ഈ സ്ത്രീയെ പീഡിപ്പിച്ചാൽ അവർ തമ്മിലുള്ള കോൺസ്പിറസി അതിനകത്തില്ലേ? ആ കോൺസ്പിറസിക്ക് ഈ പയ്യനെതിരെ കേസെടുക്കണ്ടേ? പരിചയപ്പെടുത്തി കൊടുത്ത സുഹൃത്തിനെതിരെ. അങ്ങനെ ഒരു സുഹൃത്തിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അയാളുടെ പേര് എവിടെയെങ്കിലും ഇവർ പ്രതിപാദിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അയാൾ എവിടെ? അപ്പൊ ഈ പറയുന്ന കഥകളിൽ ഇവർ തന്നെയാണ് ഇവരുടെ കള്ളത്തരങ്ങൾ മുഴുവൻ പൊളിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. ഇവർ തന്നെയാണ്. ഇവർ വളരെ ശുദ്ധിയാണെന്ന് നടിക്കുകയും ആൾക്കാരുടെ ഇടയിലൊക്കെ നമ്മളിപ്പോ ആരോടെങ്കിലും സംസാരിച്ച് എന്ത് നല്ല കുട്ടിയാണ്, അയ്യോ അത് പാവം, അതിന് കുഴപ്പമൊന്നുമില്ല, അത് ശുദ്ധിയാണെന്നാണ് പറയുന്നത്. ഈ ശുദ്ധിയായ പെൺകുട്ടിയാണോ? 18 കേസ് വളരെ കൃത്യമായി അവർക്ക് കേസ് നടത്താൻ അറിയാം, വളരെ കൃത്യമായി ആൾക്കാരിലേക്ക് എത്താൻ അറിയാം, വളരെ കൃത്യമായി അവർക്ക് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വളരെ കൃത്യമായി കൊണ്ടുപോകാൻ അറിയാം, ഏത് വിഷയത്തിന് മറുപടി പറയണമെന്ന് അവർക്കറിയാം. ഞാൻ ചോദിച്ച ഒരൊറ്റ ചോദ്യത്തിനും ഈ സ്ത്രീ മറുപടി പറഞ്ഞിട്ടില്ല ഇന്ന് വരെ. ബാക്കി ആരെന്തെങ്കിലും ചോദിച്ചവർ ചാടി വന്ന് പറയും എന്റെ ആങ്ങളെ എന്റെ ഭർത്താവാക്കി ചിത്രീകരിച്ചു, എന്നെ കുറിച്ച് മോശം പറഞ്ഞു. ഈ രണ്ട് കാര്യത്തിലാണ് അവർ പറയുന്നത്. അവർ ആ ആങ്ങളെ എന്ന് പറയുന്ന ആളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ നോക്കിയാൽ ഇവരുടെ ഭർത്താവിന്റെ പടം എവിടെയും ഇല്ല. ആങ്ങള എന്ന് പറയുന്ന ഇവരെപ്പോഴും ടാഗ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിൽ നോക്കിയാൽ അവരുടെ ഭർത്താവല്ല എന്ന് തോന്നത്തക്ക തരത്തിലുള്ള ഒന്നും തന്നെ അതിനകത്തില്ല. അത്തരത്തിലേ അത് കണ്ടാൽ തോന്നുകയുള്ളൂ. അപ്പൊ സ്വാഭാവികമായി ചിലപ്പോൾ ആരെങ്കിലും അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് മാത്രം വെച്ചുകൊണ്ട്, അതായത് എന്റെ ബ്രദറാണിതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുകയും അത് ഒരു വീണത് വിദ്യയാക്കാനുള്ള, അതായത് ഇത് രണ്ടും മാത്രമാണ് അവർ അഡ്രസ് ചെയ്യുന്നത്. ഈ രണ്ട് വിഷയങ്ങൾ മാത്രം അവർക്ക് അവരെ പീഡിപ്പിച്ചത് കൊണ്ടാണ് പറയുന്നതെന്ന് പറയാൻ ശ്രമിക്കുകയും രണ്ടാമത് ആങ്ങളെ ഭർത്താവാക്കി എന്ന് പറയാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. ഇവരുടെ ഭർത്താവ് എവിടെ? ഇവർക്കൊരു ഭർത്താവുണ്ട്, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഭർത്താവാണെന്നാണ്. സ്വന്തം ആങ്ങളെ നാട്ടുകാരുടെ മുന്നിൽ കാണിക്കാൻ കഴിയുന്ന ഇവർക്ക് എങ്ങനെയാണ് ഭർത്താവിനെ മറച്ചു വെക്കുന്നത്? എന്തിനാണ്? ഇവരുടെ മക്കളല്ല എന്ന് ഐഡന്റിറ്റി എന്തിനാണ് മറച്ചു വെക്കുന്നത്? അവിടെയാണ് ഈ സംശയം തോന്നുന്നത്. ഇവരുടെ ഭർത്താവ് എവിടെ? അതുപോലെ ഈ വന്ന സ്ത്രീകളെ സംബന്ധിച്ച് കേട്ടോ, ഈ വന്നിട്ടുള്ള എല്ലാ സ്ത്രീകളെ സംബന്ധിച്ച്, ഇവരോടൊപ്പം വന്ന സ്ത്രീകളെ സംബന്ധിച്ച് കൂടി അന്വേഷണം പോകേണ്ടതുണ്ട്. ഇതെല്ലാം ഒരു കറക്ക് കമ്പനിയാണ്, യാതൊരു സംശയം. ഇത് ആങ്ങളെയും പെങ്ങളും സുഹൃത്തുക്കളും സഹോദരങ്ങളും ഒന്നുമല്ല, ഇതെല്ലാം കറക്ക് കമ്പനിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇയാൾ അഞ്ചരക്കണ്ടി സ്വദേശിയാണ്. അഞ്ചരക്കണ്ടിയിലാണ് ഈ സ്ത്രീ ജോലി ചെയ്യുന്ന, ഇവരുടെ കൂടെ വന്ന സ്ത്രീ. എല്ലാ വിവരങ്ങളും ഓരോ നിമിഷവും അപ്ഡേറ്റഡ് ആയ എല്ലാ വിഷയങ്ങളും അവരെ സംബന്ധിച്ച് എന്റെ കയ്യിലുണ്ട്. ഞാൻ എന്റെ പൂർണ്ണമായ ബോധ്യത്തോടും ഉത്തരവാദിത്വത്തോടും കൂടിയാണ്. ഇത് കുശുമ്പോ കുന്നായ്മയോ എന്റെ ചിലപ്പോ ചിലരൊക്കെ ചെയ്തേക്കുന്ന വീഡിയോയിൽ ഞാൻ എന്റെ ഫേസ്ബുക്കിന് റീച്ച് കൂട്ടേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ ആരാണെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഞാൻ മോണിറ്റൈസ് ചെയ്ത ഫേസ്ബുക്ക് പേജ് അല്ല എനിക്കുള്ളത്. അതുകൊണ്ട് ഇത് പണം ഉണ്ടാക്കാനല്ല, ഞാൻ ഹൈന്ദവ സമൂഹത്തെയും ഗുരുവായൂർ ക്ഷേത്രത്തെയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചിലർ വരുന്നത് കൊണ്ട് മാത്രമാണ്. ഞാനൊരു നല്ല വിശ്വാസിയാണ്. ഇന്നും എല്ലാ ദിവസവും നാമം ജപിക്കുകയും വിളക്ക് കത്തിക്കുകയും ചെയ്യുന്ന ഒരു ഹൈന്ദവ വിശ്വാസി എന്ന രീതിയിൽ എന്റെ ആചാരങ്ങൾ നശിച്ചു പോകുന്നത്, ശബരിമല സമരത്തിലും ഞാൻ ഇറങ്ങിയിരുന്നു, എന്റെ ആചാരങ്ങൾ നശിച്ചു പോകുന്നതിലും എന്റെ ആചാരങ്ങളെ നശിപ്പിക്കാൻ വന്നതിനെ ശക്തിയുക്തം എതിർക്കും. അതുമാത്രമല്ല ഇത്തരത്തിലുള്ള കള്ള നാണയങ്ങളെ ഇനിയും തുറന്നു കാട്ടും. അതിന്റെ പേരിൽ എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല, അത് ഞാൻ അംഗീകരിക്കില്ല. വളരെ നന്ദി.